Hi friends, welcome to my channel Civil Tips and Tricks. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് എക്സാംസ് കേരള PSCയുടെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഞാൻ എടുക്കാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പാർട്ട് 6 ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. It is defined as the rate of heat transfer through a unit thickness of a material per unit area per unit temperature difference. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് തിക്നെസ്സിൽ കൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിൻ്റെ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന് വൺ ആണ് അതിൻ്റെ അർത്ഥം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഒരു യൂണിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിൽ പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ദ യൂണിറ്റ് ഓഫ് കെ ഈസ് W per meter Kelvin. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ വാട്ട്, M എന്ന് പറഞ്ഞാൽ മീറ്റർ, K എന്ന് പറഞ്ഞാൽ കെൽവിൻ. ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഡയമണ്ട് ആണ്. നമ്മുടെ ഹാർഡ്നെസ് ഇൻഡെക്സിലെ ഏറ്റവും ഹയസ്റ്റ് ഹാർഡ്നെസ് കൂടുതൽ ഹാർഡ്നെസ്, പക്ഷേ അതിൻ്റെ നമ്പർ വന്ന് 10 ആയിരിക്കും. അതുപോലെ ഡയമണ്ട് ആണ്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് ആണത്. അപ്പോൾ അതുപോലെ തന്നെ ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഡയമണ്ട് ആണ്. സെക്കൻഡ് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി സിൽവർ ആണ്. തേർഡ് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി കോപ്പർ ആണ്. ഫോർത്ത് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി അലുമിനിയം ആണ്. ഫിഫ്ത്ത് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി സ്റ്റീൽ ആണ്. സിക്സ്ത് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി സിങ്ക് ആണ്. സെവൻത്ത് തെർമൽ കണ്ടക്ടിവിറ്റി വന്നിട്ട് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി എയർ ആണ്. ഓക്കെ, ഫസ്റ്റ് വന്ന് ഡയമണ്ട്, സെക്കൻഡ് വന്ന് സിൽവർ, തേർഡ് വന്നിട്ട് കോപ്പർ, ഫോർത്ത് വന്നിട്ട് അലുമിനിയം, ഫിഫ്ത്ത് വന്നിട്ട് സ്റ്റീൽ, സിക്സ്ത് വന്നിട്ട് സിങ്ക്, സെവൻത്ത് വന്നിട്ട് എയർ. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഫ്രിയോൺ. ഓക്കെ, ഫ്രിയോൺ ഏറ്റവും ലോവസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സംഭവമാണ്. അത് വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യും. In material temperature increases, thermal conductivity decreases. Okay, except mercury, uranium, aluminum. But in gases, thermal temperature increases, thermal conductivity increases. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസിൽ തെർമൽ കണ്ടക്ടിവിറ്റി കുറയുമ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പം തെർമൽ കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ, പക്ഷേ അത് മെർക്കുറിക്കും യുറാനിയത്തിനും അലുമിനിയത്തിനും പോസിബിൾ അല്ല. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവും. പക്ഷേ മറ്റുള്ള എല്ലാ മെറ്റൽസിലും തെർമൽ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവും. ഓക്കെ, ബട്ട് ഇൻ ഗ്യാസസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഗ്യാസസിലും അലുമിനിയം, യുറേനിയം, പിന്നെ മെർക്കുറി, ഈ 4 എണ്ണത്തിലും വന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, പക്ഷേ മറ്റുള്ള എല്ലാ മെറ്റൽസിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. In liquids, temperature increases, thermal conductivity decreases except glycerin and water. Okay, liquidsൽ വന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പം തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവും. പക്ഷേ ഗ്ലിസറിനിലും വാട്ടറിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പം തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, same thermal conductivity of a substance is highest in solid phase and lowest in gaseous phase. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഐസ്, വാട്ടർ, വേപ്പർ. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെർമൽ കണ്ടക്ടിവിറ്റി ഏതിനായിരിക്കും ഹയസ്റ്റ്? സോളിഡ് ഫേസിലായിരിക്കും ഏറ്റവും ഹയസ്റ്റ്. പക്ഷേ ഏറ്റവും ലോവസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നത് ഗ്യാഷ്യസ് ഫേസിലായിരിക്കും. ഐസ്, വാട്ടർ, വേപ്പർ. ഓക്കെ, ഐസ് വന്നിട്ട് സോളിഡ്, വാട്ടർ വന്നിട്ട് ലിക്വിഡ്, വേപ്പർ വന്നിട്ട് ഗ്യാസ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. 3-dimensional Cartesian equation, Fourier law. Okay, dou square t by dou x square plus dou square t by dou y square plus dou square t by dou z square plus q by k equal to 1 by alpha dou t by dou tau. Okay, q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർണൽ ഹീറ്റ് ജനറേഷൻ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി റേഷ്യോ ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ടു ഹീറ്റ് സ്റ്റോർ. ഓക്കെ, ടൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. ഓക്കെ, steady state the state at which temperature decreases with increase in time. Okay, state at which temperature decreases. അപ്പം ടൈം ഇൻക്രീസ് ആകും തോറും
ടെമ്പറേച്ചർ വന്നിട്ട് ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് സ്റ്റഡി സ്റ്റേറ്റ്. അൺസ്റ്റഡി സ്റ്റേറ്റ് എന്തായിരിക്കും? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ടൈം ഇൻക്രീസസ്. ഓക്കെ, ടൈം ഇൻക്രീസ് ചെയ്യുന്തോറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവും. അതാണ് അൺസ്റ്റഡി സ്റ്റേറ്റ്. അൺസ്റ്റഡി സ്റ്റേറ്റിൽ അറ്റ് എ സ്റ്റേറ്റ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടൈം. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, അതിന് കൂടെ ടൈം ഇൻക്രീസ് ആവുന്നതോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. അൺസ്റ്റഡി സ്റ്റേറ്റിൽ. സ്റ്റഡി സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ആവും, ടൈം ഇൻക്രീസ് ആവും. ഓക്കെ, ടൈം ഇൻക്രീസ് ആവുന്നതോറും ടെമ്പറേച്ചർ ഡിക്രീസ് ആവും. ഇത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, ടൈം ഇൻക്രീസ് ആവുന്നതോറും. ഹീറ്റ് കണ്ടക്ടർ ഡിവൈഡഡ് ബൈ ഹീറ്റ് കപ്പാസിറ്റി ഈക്വൽ ടു K by rho into Cp. Okay. Specific heat capacity at constant pressure. K represents how well the material conducts heat. Okay, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് ആ മെറ്റീരിയൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യും, അതാണ് K. Rho Cp represents how much energy the material stores per volume. Okay, rho Cp എന്ന് പറഞ്ഞാൽ എത്ര എനർജി ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യും. പെർ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വോളിയത്തിൽ എത്ര എനർജി അത് സ്റ്റോർ ചെയ്യും, അതാണ് heat capacity, rho Cp. Okay, the larger diffusivity, the faster the propagation of heat eliminated. Okay, larger thermal diffusivity, the faster the propagation of heat eliminated. Example, sand breeze and land breeze. ഇതാണ് പോയിസൺസ് ഇക്വേഷൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ക്യൂ ബൈ കെ ഈക്വൽ ടു 1 ബൈ ആൽഫ ഇൻറ്റു ഡോ ടി ബൈ ഡോ ടൗ. ഓക്കെ, അത് വന്നിട്ട് അതെല്ലാം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ സ്ക്വയർ ടി വരും. ഓക്കെ, ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ വന്നിട്ട് ഡെൽറ്റ സ്ക്വയർ ടി ആയിരിക്കും. ഓക്കെ, delta square t plus q by k equal to 1 by alpha dot t by dot tau. Okay, ഇപ്പോൾ dot t by dot tau 0 ആണെങ്കിൽ ഡെൽറ്റ സ്ക്വയർ ടി പ്ലസ് ക്യൂ ബൈ കെ ഈക്വൽ ടു 0 എന്ന് വരും. അതാണ് പോയിസൺസ് ഇക്വേഷൻ. ഓക്കെ, ദ സ്റ്റഡി സ്റ്റാറ്റിക് ഇന്റേർണൽ ഹീറ്റ് എനർജി ഈസ് നിൽ ഈസ് ലാപ്ലാസ് ഇക്വേഷൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂ ബൈ കെ വന്നിട്ട് ഇപ്പോൾ 0 ആണെന്ന് വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ സ്ക്വയർ ടി ഈക്വൽ ടു ഡോ ടി ബൈ ഡോ ടൗ എന്ന് വരും. ഓക്കെ, അതാണ് ലാപ്ലാസ് ഇക്വേഷൻ. കൺവെക്ഷനിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. The law states that the rate of change of temperature of an object is proportional to the difference in zone temperature and ambience of temperature. Okay, ഇത് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, Q ഈക്വൽ ടു TA മൈനസ് TB മൈനസ് TA. ഓക്കെ, Q വന്നിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു TA മൈനസ് TB മൈനസ് TA ആണ്. അതുപോലെ തന്നെ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ഓക്കെ, therefore Q is directly proportional to area into TB minus TA. Okay, A വന്നിട്ട് ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, TB വന്നിട്ട് ടെമ്പറേച്ചർ ഓഫ് ബോഡി, TA വന്നിട്ട് ടെമ്പറേച്ചർ ഓഫ് ആംബിയൻസ്, H വന്നിട്ട് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ, TB മൈനസ് A വന്നിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. The amount of heat transfer for a unit temperature difference between the fluid and the unit area of substance in unit time. Okay, എത്ര എമൗണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു ഫോർ എ യൂണിറ്റ് ടെമ്പറേച്ചർ, ഒരു യൂണിറ്റ് ടെമ്പറേച്ചറിൽ എത്ര ഹീറ്റ് ട്രാൻസ്ഫർഡ് ആയി, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്ലൂയിഡ് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് സബ്സ്റ്റൻസ് സർഫേസ് ഓഫ് ഇൻ യൂണിറ്റ് ടൈം. Q equal to H into A into TB minus TA. H വന്നിട്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, therefore H ന്റെ യൂണിറ്റ് എന്തായിരിക്കും? W ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ഇൻറ്റു K. W നമ്മൾ നോക്കിയായിരുന്നു നേരത്തെ, എന്താണ്? വാട്ടാണ്. M വന്ന് മീറ്റർ ആണ്. K വന്നിട്ട് കെൽവിൻ ആയിരിക്കും. ഓക്കെ, the convective heat transfer depends on the thermodynamic and transport properties. Okay, viscosity
viscosity, specific heat capacity, density are dependent on thermodynamic. Nature of fluid flow. Nature of fluid flow നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എന്തൊക്കെയാണ്? ടർബുലന്റ് ഫ്ലോ, ലാമിനാർ ഫ്ലോ, പിന്നെ യൂണിഫോം ഫ്ലോ. ഓക്കെ. ഡയമെൻഷൻലെസ് നമ്പർ വന്നിട്ട് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ പോലെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ. റെയ്നോൾഡ്സ് നമ്പർ നമുക്കറിയാം. ഓക്കെ. എന്താണ്? പാൻഡ്രൽ നമ്പർ. അടുത്തത് വന്നിട്ട് പെക്ലെറ്റ് നമ്പർ. അടുത്തത് നസെറ്റ് നമ്പർ, ഗ്യാഷ്ഹോഫ് നമ്പർ, സ്റ്റാൻടോൺ നമ്പർ, ബയോട്ട് നമ്പർ. ഇത്രയും നമ്പേഴ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേ പറ്റും. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് ചോദിക്കും. ഓക്കെ. ആദ്യം വന്നിട്ട് റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ. എന്താണ്? R ഈക്വൽ ടു ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഓക്കെ. അത് വന്നിട്ട് റോ വി ഡി ഡിവൈഡഡ് ബൈ മ്യൂ. ഓക്കെ. റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ആണ്. റോ വി ഡി ഇനേർഷ്യ ഫോഴ്സ് ആണ്. ഓക്കെ. R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കസ് ഫോഴ്സ്. ഓക്കെ. R എന്ന് പറഞ്ഞ റെയ്നോൾഡ്സ് നമ്പർ വിസ്കസ് ഫോഴ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഫോമിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. പാൻഡ്രൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി ഡിവൈഡഡ് ബൈ ഹീറ്റ് ഡിഫ്യൂസിവിറ്റി. അത് മ്യൂ സി പി ഡിവൈഡഡ് ബൈ കെ. ഓക്കെ. പെക്ലെറ്റ് നമ്പർ വന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ടു ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ. ഓക്കെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RE ഇൻറ്റു PR. ഓക്കെ. നസെറ്റ് നമ്പർ വന്നിട്ട് കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടു കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടു കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ, റേഷ്യോ ഓഫ് കൺവെക്റ്റീവ് ടു കണ്ടക്റ്റീവ്, കോഎഫിഷ്യൻറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അക്രോസ് ദ ബൗണ്ടറി ലെയർ. ഓക്കെ. ഗ്യാസ്ഹോഫ് നമ്പർ എന്താണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ബോയൻസി ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് ഇൻ നാച്ചുറൽ കൺവേർഷൻ. ഓക്കെ. സ്റ്റാൻഷോൺ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അതിൻ്റെ ഫോർമുല വന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈക്വൽ ടു NU ഡിവൈഡഡ് ബൈ RE ഇൻറ്റു DR. ബയോട്ട് നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is used in unsteady state heat transfer conditions. ഓക്കെ. ബയോട്ട് നമ്പർ അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിലാണ് നടക്കുന്നത്, അതിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബയോട്ട് നമ്പർ വന്നിട്ട് V ഈക്വൽ ടു I ഇൻറ്റു R, V ബൈ R ഈക്വൽ ടു IM. ഓക്കെ. Q ഈക്വൽ ടു KA DT ബൈ DX. ഓക്കെ. Q ഈക്വൽ ടു DT ബൈ DX ബൈ KA. അതെങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KA വന്നിട്ട് DXൻ്റെ താഴെ വരും. ഇപ്പോൾ DX ബൈ KA. അപ്പോൾ DX ബൈ KA എന്താണ്? കണ്ടക്ഷൻ റെസിസ്റ്റൻസ്. ഓക്കെ. Q ഈക്വൽ ടു HA ഇൻറ്റു ഡെൽറ്റ T. ഓക്കെ. therefore Q ഈക്വൽ ടു ഡെൽറ്റ T ഡിവൈഡഡ് ബൈ 1 ബൈ NA. 1 ഡിവൈഡഡ് ബൈ NA വന്നിട്ട് കൺവെക്റ്റീവ് ഹീറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഹീറ്റ് ഇൻസുലേഷൻ പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.